ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന Mgamer പറഞ്ഞ ആപ്പിലത്തെ ഒരു അൺലിമിറ്റഡ് കോയിൻ ട്രിക്കാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അൺലിമിറ്റഡ് റെഫർ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഫോണിൽ വർക്കാവുന്ന ട്രിക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം ഒരു അവസാനം കറക്റ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ട്രിക്കിനൊക്കെ നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പോൾ ബെല്ലൈക്കൻ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ ഇവിടെ ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് Mgamer ആപ്പിലത്തെ അൺലിമിറ്റഡ് ട്രിക്കാണ്. അപ്പോൾ ഞാൻ Mgamer ആപ്പ് നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ കോയിൻസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. നമുക്ക് എങ്ങനെ Mgamer ആപ്പിലത്തെ പിയാനോ ഗെയിമിന് അൺലിമിറ്റഡ് ആയിട്ട് സ്കോർ ഏൺ ചെയ്ത് ക്യാഷൊക്കെ എങ്ങനെ ഏൺ ചെയ്യാൻ ട്രിക്ക് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ സൈൻ പ്രോസസ്സും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഫസ്റ്റ് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഇപ്പോൾ ഞങ്ങൾക്ക് ഇൻവൈറ്റ് ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇത് നിലവിൽ ഇപ്പോൾ പെർ റെഫറിന് ഇപ്പോൾ 150 കോയിൻസാണ് കൊടുക്കുന്നത്. പിന്നെ 10% അവർ ഏൺ ചെയ്യുന്നത് നമുക്ക് കിട്ടും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരെ ഈ ആപ്പിൽ പെർ റെഫർ 300 കോയിൻസ് ആയിരുന്നു. ഇപ്പോൾ 150 കുറച്ചുണ്ട്. ഇപ്പോൾ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണ്ട നിങ്ങൾക്ക് കാണിക്കണം, അതിൻ്റെ മുകളിൽ ഇപ്പോൾ 566 കോയിൻസാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊക്കെ ഞാൻ ഈ കോയിൻസ് കൺവേർട്ട് ചെയ്ത ഹിസ്റ്ററി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഓരോ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 150 കോയിൻസ് വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് 2000 കോയിൻസായി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമ്മുടെ മെയിൻ വാലറ്റിലേക്ക്. ഇപ്പോൾ 566 കോയിൻസാണുള്ളത്. ഇപ്പോൾ 2000 കോയിനായി എനിക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇതൊക്കെ കൺവേർട്ട് ചെയ്തതിന് ഹിസ്റ്ററിയാണ്. ഇപ്പോൾ നേരെ നമ്മൾ അൺലിമിറ്റഡ് ട്രിക്കിലോട്ട് തന്നെ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ റെഫർ കോഡ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. അതിന് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ റെഫർ കോഡ് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ റെഫർ കോഡ് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പിൽ ആണ് പേസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ റെഫർ കോഡ് ഇപ്പോൾ വാട്സപ്പിൽ ഞാനിപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലെ എല്ലാ ആപ്പും നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കുക. കളഞ്ഞിട്ട് നമ്മൾ ഫോണിലെ ക്രോം ബ്രൗസർ നമ്മളൊന്ന് ക്ലിയർ ആൾ ഡാറ്റ അതുപോലെ തന്നെ ക്ലിയർ ആൾ ക്യാഷ് നമ്മളൊന്ന് ചെയ്തേക്കുക. അത് നമ്മുടെ പണ്ടത്തെ Mgamerമായിട്ടുള്ള കണക്ഷനൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യാൻ നല്ലത്. ഞാൻ നിൽക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ക്രോമിൻ്റെ ക്ലിയർ ആൾ ഡാറ്റയും എല്ലാ സംഭവങ്ങളും കളഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രോം വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ അൺലിമിറ്റഡ് റെഫർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അൺലിമിറ്റഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ട്രിക്കാണ് ഞാൻ കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് അൺലിമിറ്റഡ് ഉണ്ടാക്കാൻ അറിയാത്തവർ ഞാൻ ചെയ്യണ പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്രോം എടുത്ത ശേഷം ഇവിടെ ക്രിയേറ്റ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണ്. ഇത് ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ വിളിച്ച് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്ക് നമ്മൾ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമ്മളോട് നെയിം എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുക. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 18 വയസ്സിന് മേലെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ താഴത്ത് സൈൻ അപ്പ് യൂസിങ് ഇമെയിൽ ID പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇമെയിൽ ID വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വേറെ ബ്രൗസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ടെമ്പ് മെയിൽ എന്ന് സെർച്ച് ചെയ്യുക. ടെമ്പ് മെയിൽ. അപ്പോൾ ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിങ്ക് പിടിച്ച് ക്ലിക്ക് ചെയ്യിക്കുക. അപ്പോൾ ഇവിടെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ട്രിക്കാണ് എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ടെമ്പ് മെയിൽ എന്ന് പറഞ്ഞ ആ സൈറ്റ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കേണ്ട ഇവിടെ ലോഡിങ് കുറേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ഈ മെയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കേണ്ട ഇപ്പോൾ എനിക്കൊരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നേരെ നമ്മൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യേണ്ട ഭാഗത്തേക്ക് പോവുക. എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ക്യാരക്ടർ വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ പാസ്വേഡ് വയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈനപ്പ് പറഞ്ഞൊരു ഭാഗത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ കണ്ടോ ഗൈസ്, ഞാൻ നേരത്തെ കൊടുത്ത പേര് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ ശരിക്കത്തെ ആൾക്കാരെ പേര് പോലെ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ റെഡി ആകുന്നതായിരിക്കും. ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും പറ്റില്ലെന്ന് പറഞ്ഞുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു പേരും കൂടി ഒന്ന് കൊടുത്തു നോക്കുകയാണ്. അപ്പോൾ വി ആർ ക്രിയേറ്റിംഗ് യുവർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുമായിരിക്കും. അതുകൊണ്ട് ഗൈസ് പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പാസ്വേഡ് ഒന്നും കൂടി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ആ മെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ മുകളിൽ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ കണ്ടോ ഗൈസ്, ഇപ്പോൾ OTP എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ പേജിലോട്ട് നമ്മൾ പോവുക. ടെമ്പ് മെയിൽ എടുത്ത് നമ്മൾ ആ പേജിലോട്ട് നമ്മൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്ത് ഒന്ന് അടിയിലോട്ട് നിങ്ങൾക്ക് താഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കും ഇൻബോക്സ് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും ഫേസ്ബുക്കിൽ നിന്ന് ഒരു OTP വന്നിട്ടുണ്ട്.
അപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ലോഡ് ആവുന്നിരിക്കും. കണ്ടോ ഗൈസ്, നിങ്ങൾ സാധിക്കുന്ന ഒരു OTP വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, നെക്കി പിടിച്ചതിന് കോപ്പി വന്നിരിക്കും ആ OTP. എന്നിട്ട് നമ്മൾ നേരെ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഫേസ്ബുക്കിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് സാധിക്കേണ്ടത് എത്ര പെട്ടെന്നാണ് ഒരു ഫേക്ക് ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം ഇടവിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കും നല്ലത്. കാരണം ഫേസ്ബുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇടയ്ക്ക് ബ്ലോക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്രോമൊക്കെ ഒന്ന് ക്ലിയർ ആൾ ഡാറ്റയൊക്കെ അടിച്ചിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമ്മളൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷമേ നമുക്ക് ഏതൊരു ആപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അപ്പോൾ തന്നെ നിങ്ങൾ Mgamer കണക്ട് ചെയ്യാൻ നോക്കരുത്, പറ്റില്ല. ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് യൂസ് ചെയ്ത മെയിൽ ID നമ്മളൊന്ന് കോപ്പി ചെയ്തെടുത്ത് വയ്ക്കുക. കാരണം നമുക്കത് ആവശ്യം വരും Mgamer നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ കോപ്പി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ എവിടെയും കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഈ ഇമെയിൽ ഒക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളതിന് പോകും. കാരണം ടെമ്പററി ഇമെയിലാണ്, പെർമനൻറ്റ് ഇമെയിൽ അല്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു APK വേണം. അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ച കളറിലൊരു Mgamer കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ Mgamer മോഡ് APK. അപ്പോൾ നമുക്ക് ഈ മോഡ് APK ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിരിക്കുക. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് എന്നുള്ള ഭാഗത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്കും പാസ്വേഡും നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുക. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കേണ്ട ഇപ്പോൾ 100 കോയിൻസാണ് ഇപ്പോൾ ഇതിൻ്റെ വാലറ്റിലുള്ളത്. ഇതിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു Mgamer അക്കൗണ്ടാണ്. ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കോയിൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇനി നിങ്ങൾക്ക് ലൈവായിട്ട് കോയിൻ ആഡ് ആവണം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായി നമ്മൾ എല്ലാ ആപ്പും ഒന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. എന്നിട്ട് നമ്മുടെ എയർപ്ലെയിൻ മോഡ് 2-3 വട്ടം ഓൺ ഓഫ് ആക്കുക. IP അഡ്രസ്സ് മാറ്റാനാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി ഇങ്ങനെ ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഷുവറായിട്ട് ബാൻ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായി എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ആക്കണം, 2-3 വട്ടം ഓൺ ഓഫ് ആക്കണം. ഞാൻ എൻ്റെ Mgamer മെയിൻ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ മെയിൻ അക്കൗണ്ടിൽ ഇപ്പോൾ 601 കോയിൻസാണ് ഇപ്പോൾ ഉള്ളത്. റെഫറൽ കോയിൻസ് പറഞ്ഞിട്ട് 601 കോയിൻസ് ഉണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ആ ആപ്ലിക്കേഷന് ബാക്ക് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ആക്കുക. IP അഡ്രസ്സ് വീണ്ടും മാറ്റാനാണ്. അപ്പോൾ നമ്മൾ ഏത് Mgamer ആപ്ലിക്കേഷൻ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ആക്കണം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഷുവറായി ബാൻ ആവുന്നതായിരിക്കും. ബേസിക്കലി Mgamer മോഡ് APK നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ മോഡ് APK ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് താഴത്ത് ഇൻപുട്ട് കോഡ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് നമ്മൾ റെഫർ കോഡ് നേരെ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെഫർ കോഡ് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് 250 കോയിൻസും അതുപോലെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കും കുറച്ച് കോയിൻസ് കിട്ടും. എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ മെയിൻ അക്കൗണ്ട് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കോയിൻസ് ആഡ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എയർപ്ലെയിൻ മോഡ് വീണ്ടും ഓൺ ഓഫ് ആക്കുക. ഗൈസ്, ഞാൻ ഇതിൻ്റെ മെയിൻ Mgamer ആപ്പ് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് ആയിട്ടുണ്ടാവും 751 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ 150 കോയിൻസ് സിമ്പിളായി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കോയിൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കോയിൻസ് 2000 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് സാധിക്കും. ഇപ്പോൾ 2000 കോയിൻസ് ആയാൽ കൺവേർട്ട് എന്നുള്ള ഭാഗത്ത് പിടിച്ച് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റൻ്റായിട്ട് കൺവേർട്ടായി കിട്ടുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് നമുക്ക് വിഡ്രോ അടിക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ ഈ റിവാർഡ് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിഡ്രോ ഓപ്ഷൻ കാണാൻ സാധിക്കും. Paytmക്ക് 10 രൂപയാണ് മിനിമം റെഡീം. അത് ഇൻസ്റ്റൻ്റ് കിട്ടും. Paytm, PUBG, ഫ്രീ ഫയർ, ഗൂഗിൾ പേ, ഗിഫ്റ്റ് കാർഡ്, ഇതൊക്കെ റിയൽ ആയിട്ടുള്ള വിഡ്രോ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എന്തായാലും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ Mgamer മോഡ് APK ഒന്ന് എടുത്തിട്ട് ക്ലിയർ ആൾ ഡാറ്റ അടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ തവണ നിങ്ങൾ ഈ റെഫർ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ക്ലിയർ ആൾ ഡാറ്റ അടിച്ചാൽ മാത്രം മതി. പിന്നെ എയർപ്ലെയിൻ മോഡ് നിർബന്ധമായി ഓൺ ഓഫ് ആക്കണം. അത് മറക്കരുത്. മറന്നാൽ എന്തായാലും അക്കൗണ്ട് ബാൻ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രിക്ക് ചെയ്യുമ്പോൾ എയർപ്ലെയിൻ മോഡ് നിർബന്ധമായി ഓൺ ഓഫ് ആക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ടെമ്പററി മെയിൽ മാറ്റാൻ വേണ്ടി ആ ഒരു വെബ്സൈറ്റിലേക്ക് ചെന്ന ശേഷം നിങ്ങൾക്ക് താഴത്ത് ചേഞ്ച് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ വേറൊരു റാൻഡമായിട്ടൊരു ഇമെയിലിൽ ലോഡായി വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചേഞ്ച് ക്ലിക്ക് ചെയ്താൽ വീണ്ടും മാറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി ട്രിക്കാണ്. നിങ്ങൾക്ക് മാക്സിമം ലൂട്ട് ചെയ്യുക. എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ഒക്കെ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അവരെ ഗുഡ് ബൈ.